സംസ്ഥാനത്ത് നിന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി എന്നിവിടങ്ങളിലാണ് ടെസ്റ്റ് മുടങ്ങിയത്. CITU ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇപ്പോൾ ഈ പറഞ്ഞ പുതിയൊരു രണ്ടാമതൊരു കൊണ്ടുവന്ന സർക്കുലർ പ്രകാരം ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. ഇപ്പോൾ ഈ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിനായിട്ട് ആ വാഹനം ഡ്യുവൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു, AME റിപ്പോർട്ട് ചെയ്തു, ME പരിശോധിച്ചതിന് ശേഷമാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉൾപ്പെടുത്തുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ആ വാഹനം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ചെയ്യണമെന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതി മോട്ടോർ വെഹിക്കിൾ ആക്ടിലുണ്ട്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നിയമങ്ങളൊന്നും നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല 25 സ്ലോട്ട് മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇവർ പറയുന്നത് 40 സ്ലോട്ട് എന്നാണ്. 25 സ്ലോട്ടേ ഉള്ളൂ. പുതിയ കുട്ടികൾക്ക് 25ഉം 10 കുട്ടികൾ ഫെയിലായിട്ടുള്ള കുട്ടികളും, അതായത് നേരത്തെ ഫെയിലായി തോറ്റ കുട്ടികൾ അവർ 10, അപ്പം 35, 5 റിസർവാണ്. അതായത് എമർജൻസി ആരെങ്കിലും വരണമെങ്കിൽ എമർജൻസി കോട്ട പോലെ 5 റിസർവ്, അങ്ങനെ 40 പേരുടെ ടെസ്റ്റ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. ഒരിക്കലും നമുക്കത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 82ഓളം ഡ്രൈവ് സ്കൂളുണ്ട്. അതിൽ ഏതാണ്ട് ഓരോ 160 ടെസ്റ്റാണ് ഇവിടെ, 140 ടെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 40 പേർക്ക് ടെസ്റ്റ് ചെയ്യും, 25 ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പറ്റത്തില്ല. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ടിൻറ്റു ദാസ് ചേരുന്നുണ്ട്. ടിൻറ്റു, ഈ രണ്ടാമത് പുറപ്പെടുവിച്ച ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട സർക്കുലറിലാണ് വീണ്ടും അതൃപ്തി അറിയിച്ച് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നത്. സമരത്തിലാണ് ഇപ്പോഴും അവർ. വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, ഏറ്റവും പുതുതായിട്ട് പറയാനുള്ളത് CITU ഈ സമരത്തിൽ നിന്നും പിന്മാറി നിൽക്കുന്നതിൽ അവർ നൽകുന്ന ന്യായീകരണമാണ്. തൽക്കാലം ഈ ടെസ്റ്റ് അല്ലെങ്കിൽ തിരുത്തിയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ പിന്മാറുന്നു എന്നേ ഉള്ളൂ. INTC-നെ അതുപോലെ BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനയെ പരോക്ഷത്തിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. മുട്ടത്തറ ഗ്രൗണ്ടിൽ രാവിലെയാണ് ഇത്തരത്തിൽ സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ട് അടച്ചിട്ടുകൊണ്ട് തന്നെയായിരുന്നു സമരം. റോഡ് ടെസ്റ്റ് പരിശീലനം റോഡിൽ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുക, ഹാൻഡ് സിഗ്നൽസ് നിലവിലെ ഹാൻഡ് സിഗ്നൽസ് പിൻവലിക്കുക, അതോടൊപ്പം തന്നെ സ്ലോട്ടുകളുടെ എണ്ണം പരിഷ്കരിക്കുക. നിലവിൽ ഇപ്പോൾ സ്ലോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 40ആണ്. അതിൽ പുതിയ ആളുകൾക്ക് 25ഉം ബാക്കിയുള്ളവർക്ക് 15 എന്ന രീതിയിലാണ് പുതിയ സ്ലോട്ടുകളുടെ എണ്ണം. ഈ സ്ലോട്ടുകളുടെ എണ്ണത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പിന്നീടുള്ളത് 15 വർഷം കാലാവധിയുള്ള വാഹനങ്ങൾക്ക് 6 മാസം വരെ മാറ്റാനുള്ള അനുമതി നൽകും, അല്ലെങ്കിൽ സമയം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതും അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ മാറ്റാനുള്ള സൗകര്യങ്ങൾ നടക്കുമോ എന്നൊരു കാര്യത്തിലും ആശങ്കയുണ്ട്. വരും ദിവസങ്ങളിൽ ഈ സമരം വലിയ രീതിയിൽ തന്നെ ശക്തമാക്കാനാണ് സംയുക്ത സമര സമിതിയുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം മാറ്റും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കും. കൂടാതെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പരിശീലനം നിർത്തിവെച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്കും ഈ സംയുക്ത സമര സമിതി പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശീലനങ്ങൾ നിർത്തിവെക്കും, RTO എല്ലാം പൂർണ്ണമായി ബഹിഷ്കരിക്കും. അത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടായിരിക്കും ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇനി സമരം സംഘടിപ്പിക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പും ഇത്തരത്തിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം ചർച്ച നടന്നത്. ചർച്ചയിലാണ് തൽക്കാലമായിട്ട് ഉത്തരവ് തിരുത്തിക്കൊണ്ട് ഉത്തരവ് ഇറക്കും അല്ലെങ്കിൽ സർക്കുലർ ഇറക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ടായിട്ടുള്ളത്. മുൻകാലങ്ങളിലുണ്ട് അല്ലെങ്കിൽ പരിഷ്കരിച്ചതിനും വ്യത്യസ്തമായിട്ട് ഒന്നും പുതിയ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പുതിയ സർക്കുലർ തങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് പുതിയ സർക്കുലറും എന്നുമാണ് ഇപ്പോൾ സമരസമിതിയുടെ ആരോപണം. എന്തായാലും വരും ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്താൻ അനുവദിക്കില്ല, പരിശീലനം നിർത്തിവെച്ചിട്ടുള്ള സമരപരിപാടികളിലേക്കും കടക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ആതിര.